ഇന്ന് രാവിലെ പൊതിച്ചോറ് കെട്ടാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാട്ടോ ഇത്. കണ്ടോ, സവാളയുണ്ട്, ഒറ്റയ്ക്കൊരു ക്യാരറ്റ് അതും കൂടി എടുത്തിട്ടു. പിന്നെ മസാല ഇട്ടുണ്ടാക്കുന്ന കറിയാണ്. ഇതുണ്ടോ, കിഴങ്ങിനെയൊക്കെ രാവിലെ കഴുകി നുറുക്കി വെള്ളത്തിലിട്ടാട്ടോ. വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ കറയെല്ലാം പോയിട്ട് നല്ല കളറിലിരുന്നോളും. കണ്ടോ, നല്ല കളറല്ലേ. അതുകൊണ്ട് ഒരു കളർഫുൾ കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അല്ല, ഞാനിന്നും ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. ചാറുകറി വെക്കാനാണെങ്കിലും ഇപ്പോൾ ഏതിൻ്റെങ്കിലും കൂടെ ചേർക്കാനാണെങ്കിലും ഞാൻ കിഴങ്ങ് നേരത്തെ തന്നെ ചിരണ്ടി പിന്നെ അരിഞ്ഞ് എടുക്കേണ്ടതാണെങ്കിൽ അങ്ങനെ കഷ്ണങ്ങളാക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ഞാൻ വെള്ളത്തിലേക്ക് ഇടും കേട്ടോ. ഇത് ഞാൻ പിന്നെ നേരത്തെ പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചോറിനുണ്ടാക്കി കൊടുത്തു വിടുന്ന കറിയായിരുന്നു. അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കൊച്ചുങ്ങൾക്ക് ഈ കറിയൊക്കെ. ഇപ്പം ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എളുപ്പത്തിന് അങ്ങോട്ട് ഉണ്ടാക്കുവാണേ. അപ്പോൾ ഇതൊരു കറി ആയിക്കോളും, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തു. മെഴുക്കുവരട്ടി പോലെ ഒരു കറി വെച്ചിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്തേ. അപ്പം മസാല ഉണ്ടോ, ചിക്കൻ മസാലയാണേ. ചിക്കൻ മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് ഇനി ഒന്ന് മെഴുക്കുവരട്ടി വെച്ചെടുക്കാം. കൂടുതൽ ആടപ്പരക്കറിയാക്കി എടുക്കുന്നില്ല, എളുപ്പത്തിലുള്ള പെട്ടെന്നുള്ളൊരു കറിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. വെളുപ്പിനെ പോയി കറിവേപ്പില കൊടുത്തുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. കറിവേപ്പില ഇല്ലാത്ത കറിയും വെക്കാം. കറിവേപ്പിലയൊക്കെ ഇച്ചിരി ഒരു ടേസ്റ്റ് കിട്ടും. അത് രാവിലെ ആയതുകൊണ്ട് കയറി പോയി എടുത്തുകൊണ്ട് വരാൻ പാടാം. പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്ന കരിവേപ്പില ഇരിപ്പുണ്ട്, പക്ഷേ അതൊന്ന് കരിഞ്ഞു വെച്ചു. അതിട്ടാൽ ഒരു വാട്ടത്തോവ വരും, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഇല്ലാതിരിക്കുമല്ലേ നല്ലേ. അപ്പോൾ ഇത് നമുക്ക് കൂടെ നന്നായിട്ട് എണ്ണയിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഒരു പകുതി മുക്കാൽ വേവായിട്ട് കിഴങ്ങിടുന്നുള്ളൂ കേട്ടോ, എന്നാലും ഒരു രുചി കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഉപ്പ് ഇട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. കിഴങ്ങൊക്കെ എടുത്ത് വെച്ചു കേട്ടോ, കഴുകി വാരി എടുത്ത് വെച്ച്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഒരു ചെറിയ ഒരു കുഞ്ഞു കുടം വെളുത്തുള്ളി കഴുകിയിട്ട് കല്ലിൽ വെച്ച് ചതച്ചെടുക്കും. ഞാൻ അരകല്ലേ വെച്ചാണ് ചതക്കുന്നത്. എൻ്റെ ഇടികല്ലിൻ്റെ ഒരു അത്ര മെച്ചമില്ല, അതുകൊണ്ട് അത് കഴുകാനും പെടുക്കാനൊക്കെ പോകുമ്പോഴത്തേനും ഭയങ്കര പാടാണ്. അരകല്ലെന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ കഴുകി ഉണങ്ങി കിടക്കുന്നതായതുകൊണ്ട് അതിൽ കൊണ്ടുവച്ചൊന്ന് ഇടിച്ചു ചതച്ചിട്ടു കേട്ടോ. അപ്പം ഈ മീറ്റ് മസാലയും അതുപോലെ ചിക്കൻ മസാലയും അല്ലെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ചേർത്തുണ്ടാക്കുന്ന കറികൾക്ക് ഒരല്പം വെളുത്തുള്ളി കൂടെ അതിനകത്ത് ചേരണം, എങ്കിലേ അതിൻ്റെ ആ ടേസ്റ്റ് പൂർണ്ണമാവുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഇഞ്ചി ഒന്നും അരിഞ്ഞിടണ്ട, ഈ കിഴങ്ങുകൾക്ക് ഇഞ്ചിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് വെളുത്തുള്ളി മാത്രം മതി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കറിവേപ്പിലയുടെ മാത്രം ഒരു കുറവുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി പിന്നെ മൂടി വെക്കണം. ഇതിൻ്റെ മുളക് പൊടി മറ്റു കാര്യങ്ങളെല്ലാം പിടിക്കണം. ഇതിൻ്റെ ഒരു അല്പം വെള്ളം വറ്റണം. വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ മസാലപ്പൊടി ചേർക്കും കേട്ടോ. മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി തട്ടിപ്പൊട്ടി ഒതുക്കി വെച്ചിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് മൂടി വെക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ദൂരോട്ട് പോകരുത് കേട്ടോ, ഇവിടെ തന്നെ നിന്നോണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, അടിയിൽ പിടിക്കും. അപ്പോൾ വെള്ളം വറ്റി വരുന്ന ശരിക്ക് വറ്റിന്ന് കണ്ട് കഴിയുമ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളവും വറ്റി നന്നായിട്ട് വെന്തും കിട്ടണം. അപ്പോഴാണ് ഇതിന് രുചി കിട്ടുന്നത്. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ എല്ലാം ഇട്ട് വഴറ്റി അത്യാവശ്യം വെള്ളം ഒഴിച്ച് മൂടി വെച്ചു. ഇനി അത് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ കിഴങ്ങ് കറി ഏത് പരുവത്തിലായിരുന്നു നോക്കാം. കണ്ടോ, ശരിക്കും വെന്ത് വെള്ളം പറ്റി ഞാൻ തീ കുറച്ചടിക്കുന്നത് കേട്ടോ. ഇനി തീ കൂട്ടിയിടും. ഇനി ഇതിൻ്റെ വെള്ളം പറ്റി അങ്ങോട്ട് എണ്ണ തെളിഞ്ഞ് വരുവേ. അപ്പോൾ ഈ കിഴങ്ങ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിപ്പോൾ ക്യാരറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ക്യാരറ്റ് ഇവിടെ വെറുതെ ഇരിക്കുമോ. ഇത് അത്ര ആൾക്കാർക്ക് അത്ര താല്പര്യമില്ല ക്യാരറ്റ്. ഇതിൻ്റെ അവിയലിനകത്ത് ഇടുന്നതല്ലാണ്ട്
വേറെ എന്നാ കാണിച്ചുണ്ടാക്കിയാലും ഓ എന്ന് പറഞ്ഞ് മാറിപ്പോകും, താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരല്പം കഴിച്ചോളൂ, അതിൻ്റെ കൂടത്തിലാകുമ്പോൾ അതിനായി പൊക്കോളൂല്ലോ. ഇങ്ങനെയൊന്ന് വെള്ളം പറ്റട്ടെ കേട്ടോ. വെള്ളം പറ്റി ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരട്ടെ, അപ്പോഴാണ് കാണാൻ ഭംഗി, കഴിക്കാൻ രുചി. ഇച്ചിരി ഒന്ന് വെള്ളം പറ്റി ഉണങ്ങി വരണം. ഫുൾ തീ വെച്ചിരുന്നാൽ ചിലപ്പോൾ അടി പിടിക്കും വെള്ളം പറ്റിയിട്ട്. കാരണം കുറച്ച് വെള്ളം ഇത് ഒഴിച്ചോളൂ. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ വെള്ളത്തിനകത്ത് ഉപ്പിനകത്ത് അരപ്പിനകത്ത് എല്ലാം കൂടെ കിടന്ന് വേവിപ്പോട്ടല്ലോ, അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറുന്നുണ്ട്. രാവിലെ പപ്പിക്കുഞ്ഞുങ്ങൾക്കുള്ള പാല് അടുപ്പിൽ വെച്ചേക്കുവാണേ. ഇതിനി തിളപ്പിച്ച് ആറി കൊടുക്കുന്നതോടും വരെ അത് തിണ്ണയിൽ നിന്നുകൊണ്ട് കൂവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കൂവി വിളിക്കുന്നുണ്ട് എൻ്റെ അടുക്കളയിലേക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കൊണ്ട് കൊടുക്കണം. ഇത് ഗോതമ്പ് പുട്ട് അടുപ്പിൽ വെച്ചിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഗോതമ്പ് പുട്ടാണ് കാപ്പി വേണ്ടതൊക്കെ. കുറച്ച് പേര് ചോറ് കഴിക്കും, കുറച്ച് പേര് പുട്ട് കഴിക്കും. കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഓരോരുത്തരാട്ടോ. മരുമോക്ക് ഗോതമ്പ് പുട്ട്, മകന് ചോറ്. പിന്നെ എനിക്ക് രാവിലെ ഞാനൊന്നും അങ്ങനെ കഴിക്കാനുള്ള നേരം കിട്ടില്ല, അതുകൊണ്ട് തന്നെ രാവിലെ കഴിക്കലില്ല കേട്ടോ. ഉച്ചയ്ക്ക് വരുമ്പോഴേ കഴിക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഉച്ചയ്ക്കും വന്ന് കഴിക്കാൻ വരാനുള്ള സമയമില്ല. ഉച്ചയ്ക്ക് എനിക്ക് ഞങ്ങളുടെ ബാങ്കിലൊന്ന് പോകണം, ഞങ്ങളുടെ യൂണിയൻ ബാങ്കിലൊന്ന് പോകട്ടെ, അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാതെ ബാങ്കിലേക്ക് പോകും. അതായത് ചെറുതോണിയിലാണ് ഞങ്ങളുടെ യൂണിയൻ ബാങ്ക്. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കട തുറക്കേണ്ട സമയമാവും. അപ്പോഴും വീട്ടിൽ വരാൻ സമയം കിട്ടില്ല. അപ്പോൾ ചെറുതോണി ചെല്ലുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഞങ്ങൾക്കൊരു ബേക്കറി ഉണ്ട്. ബേക്കറിക്ക് പേര് ഞാൻ മറന്നു കേട്ടോ. എല്ലാ കോർണറാ, അതൊരു കോർണറാണ്. അവിടെ കയറി ഞങ്ങളൊരു ചായ കുടിക്കും. അപ്പോൾ ആ ചായയും കൊണ്ട് സദ്യ വരുന്നിട്ട് വൈകിട്ടാണ് ഇന്ന് വീട്ടിലെത്തൂളേ. അപ്പോൾ ഉച്ചയ്ക്ക് കുഞ്ഞന്മാർക്ക് ചോറ് കൊടുക്കാൻ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഇന്ന് ചോറും എടുത്ത് മുറ്റത്ത് വെച്ചിട്ട് പോകണം. മീൻകറിയുടെ ചാറോ ഇറച്ചിക്കറിയുടെ ചാറോ ഇല്ലാണ്ട് അവന്മാർക്ക് ചോറ് ഇറക്കുന്നില്ല. അത് വെച്ചിരുന്ന സദ്യ വരെ അവിടെ ഇരിക്കും ചോറ്. എപ്പോഴും മീനും ഇറച്ചിയുണ്ടോ, വല്ലപ്പോഴും ഒക്കെ മേടിക്കുന്നവർക്ക് അവന്മാരും വല്ലപ്പോഴും തിന്നാൽ മതിയെന്ന് ഞാനും ഒന്ന് വെച്ചു. പച്ചച്ചോറ് തിന്നാൻ വേറെ എന്ത് കറിയിട്ട് കളിക്കാലും അവന്മാർക്ക് വേണ്ട, കുഞ്ഞന്മാർക്ക്. അവിടെ കിടന്ന് മുരങ്ങുന്നു. പാലെന്നാ ചെല്ലാത്തതെന്നാട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് പൊങ്ങണം, നോക്കി നിൽക്കണം. അല്ലെങ്കിൽ ഈ പാല് തിളച്ച് അടുപ്പേ ചാടി, പിന്നെ സ്ലാവേ ചാടി, പിന്നെ അവിടെ നിന്ന് നിലത്ത് ചാടി, പിന്നെ അതെല്ലാം എനിക്ക് പണിയാവും. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുക, അത് തിളച്ച് തീ ഓഫ് ചെയ്യുന്നവിടെ വരെ. വേണ്ട, വെള്ളം പറ്റി വന്നേ, എണ്ണ തെളിഞ്ഞും വന്നു. ഇന്ന് 2 കറി മാത്രവും പൊതിച്ചോറ് കെട്ടാൻ എടുക്കുന്നുള്ളൂ. ഒരു മുട്ട പൊരിച്ചതും ഇതും. വേറെ കറികൾ ഉണ്ടാക്കാൻ നേരമില്ല. പിന്നെ മാങ്ങ അച്ചാറുണ്ട്, അച്ചാറും കൂടെ വെച്ച് പൊതി അങ്ങോട്ട് കിട്ടും. മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് രാവിലെ പാലും മീനും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. മീൻ വെട്ടാൻ സമയമില്ല, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പോകും. വൈകിട്ട് വന്നിട്ടാണ് മീൻ വെട്ടലും വറക്കലും ഒക്കെ. പിന്നെ നാളെ പൊതിച്ചോറ് കെട്ടാൻ നേരത്ത് നമ്മൾ ആ മീൻ വറുത്തത് എടുക്കും. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇൻട്രോ ഒന്നും ആദ്യമേ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇൻട്രോയും വൈൻഡപ്പും ഒന്നിച്ച് പറയാൻ ഈ കുഞ്ഞു വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. വീണ്ടും ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഷോർട്സും ഇടുന്നുണ്ട്, നമ്മുടെ കുഞ്ഞന്മാരുടെ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ. മിക്കപ്പോഴും തന്നെ